യേശു രക്ഷകൻ എന്ന സത്യത്തെ വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മെ കൂടുതൽ ബോധ്യപ്പെടുത്തുവാനായി പപ്പയെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് പാപാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കുകയായിരുന്നു. ദൈവത്തിന്റെ അപരിമയമായ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയുവാനും അത് പങ്കുവെച്ച് ജീവിക്കാനും സാധിക്കാത്തതിന്റെ കാരണം പാപാവസ്ഥയാണെന്ന് നമ്മൾ കണ്ടു. ഈ പാപാവസ്ഥയിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും എന്നുള്ള ഒരു വലിയൊരു രോദനത്തോടു കൂടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ചിന്തകൾ അവസാനിപ്പിച്ചത്. എന്നാൽ ഇന്ന് ആ രോദനത്തിന് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു സദ്വാർത്തയാണ് നാം ഇന്ന് കേൾക്കുക. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തിന്റെ വാക്ക് ധിക്കരിച്ച് പാപം ചെയ്ത മനുഷ്യൻ സാത്താന്റെ അടിമത്തത്തിലേക്ക് വീണുപോയി. മനുഷ്യവർഗത്തെ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവം അവിടെ വെച്ച് നമുക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയാണ്. അവിടുന്ന് പാപത്തിലേക്ക് മനുഷ്യനെ കൂപ്പുകുത്തിച്ച സാത്താനോട് പറയുകയാണ്, ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ തിരുവചനം, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. പ്രിയപ്പെട്ടവരെ, സാത്താന്റെ തലയെ തകർക്കുന്ന ഒരു രക്ഷകനെ അവിടുന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയക്കുന്നു. കാലസമ്പൂർണത എന്ന് പറയുമ്പോൾ അബ്രഹാത്തിലൂടെ ദൈവം ഒരു വലിയൊരു ജനത്തെ രൂപപ്പെടുത്തുകയാണ്. തന്റെ രക്ഷകൻ, ഈ ലോകത്തേക്ക് വരുന്ന രക്ഷകനെ സ്വീകരിക്കുവാൻ തക്കവിധം വലിയൊരു ജനാവലിയെ, ഒരു ജനസമൂഹത്തെ അവിടുന്ന് രൂപപ്പെടുത്തിയതിനു ശേഷം അവിടുന്ന് അവനെ സ്ത്രീയിൽ നിന്നും ജാതനാക്കുകയാണ്. നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കിയെന്ന് പൗലോസ്ലീഹ ഗലാത്യർക്ക് ലേഖനത്തില് 4-ാം അധ്യായത്തിന് 4-ാമത്തെ തിരുവചനത്തിൽ പറഞ്ഞു വെക്കുന്നു. നമുക്കറിയാം, വിശുദ്ധ ഔസേപ്പിതാവ് തനിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയം ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ ആരും അറിയാതെ മറിയത്തെ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ ദൂതൻ സ്വപ്നത്തില് ഔസേപ്പിതാവിനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഈശോ ജനിച്ചപ്പോൾ ആ ഭാഗത്തുണ്ടായിരുന്ന ഇടയന്മാരോട് പറയുന്ന വാക്കാണ്, സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇവിടെ ഔസേപ്പിതാവിനോട് പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ തിരുവചനം, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവിടെ ഔസേപ്പിതാവിലൂടെ അവിടുന്ന് ദൂതന്മാർ വഴി വ്യക്തമായിട്ട് പറയുകയാണ്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന്. നമുക്കറിയാം, ഈശോയെ മോശയുടെ നിയമം അനുസരിച്ച് ദേവാലയത്തില് കാഴ്ചവെക്കുവാനായിട്ട് മറിയവും ഔസേപ്പിതാവും കൊണ്ടുവരുമ്പോൾ ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്തുകൊണ്ട് പറയുകയാണ്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അവിടെ ശിമയോൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ. വീണ്ടും അന്നായും അവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അന്ന എന്ന് പറയുന്ന ഒരു പ്രവാചിക അവിടെ ഉണ്ടായിരുന്നു. പ്രവാചികയും ആ ഈ ശിശുവിനെ കണ്ടതിന് ശേഷം ജെറൂസലേമിൽ മുഴുവൻ രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നവരോട് ഞാൻ രക്ഷകനെ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. വീണ്ടും ഈശോ സ്വയം തന്നെ ഞാനാണ് രക്ഷകൻ എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തില് 4-ാം അധ്യായത്തിലെ 18-ാമത്തെ തിരുവചനം,
കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈ വചനം വായിച്ചതിന് ശേഷം, പുസ്തകം ശുശ്രൂഷനെ ഏൽപ്പിച്ചതിന് ശേഷം യേശു പറയുകയാണ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഈ തിരുവഴുത്ത് ഇന്ന് നിറവേറിയിരിക്കുന്നു. അപ്പൊ ഈശോയുടെ വളരെ വ്യക്തമായിട്ട് ഈശോ തന്നെ സാക്ഷ്യം നൽകുകയാണ്, ഞാനാണ് ഈ ലോകത്തിലേക്ക് വരുവാനിരിക്കുന്ന രക്ഷകൻ എന്ന്. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന രക്ഷകൻ ഞാനാണ് എന്ന് അവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തില് 10-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. വളരെ വ്യക്തമായിട്ട് ഈശോ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്, ഞാൻ തന്നെയാണ് രക്ഷകൻ എന്ന്. ഈശോയില് പ്രിയപ്പെട്ടവരെ, യേശുവിലൂടെ ദൈവം ഈ രക്ഷ സാധ്യമാക്കുവാനായിട്ട് ആദ്യം ചെയ്തത് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അനുരഞ്ജനമാണ്. നമുക്കറിയാം, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1:20 പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ആദ്യ പാപത്തിലൂടെ മനുഷ്യനിൽ സംഭവിച്ച വിള്ളലുകള് അവന് പ്രകൃതിയോടും അവനോട് തന്നെയും ദൈവത്തോടും അതുപോലെ മനുഷ്യനോട് തന്നെയുള്ള ബന്ധത്തിലുണ്ടായ എല്ലാ ബന്ധനങ്ങളെയും എല്ലാ മതിലുകളെയും അവൻ ഇവിടെ ഈശോയിലൂടെ മാറ്റുകയാണ്. തന്നെ ഈശോയിലൂടെ പിതാവിലേക്ക് അനുരഞ്ജിപ്പിക്കുകയാണ്. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില് 2:13-14 തിരുവചനങ്ങളില് പറഞ്ഞു വെക്കുന്നു. അതെ, ചട്ടങ്ങളുടെയും കൽപ്പനയും അടങ്ങുന്ന നിയമം ഇല്ലാതാക്കിക്കൊണ്ട് തന്നിൽ ഇരുകൂട്ടരെയും പുതിയ മനുഷ്യരാക്കി രൂപം കൊടുത്ത് അവൻ സമാധാനം സ്ഥാപിച്ചു. കുരിശു വഴി തന്നിൽ ശത്രുത നിഗ്രഹിച്ച് ഒരു ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുന്നതിന് വേണ്ടിയാണത്. അങ്ങനെ ശത്രുതയിലായിരുന്ന സ്വർഗവും ഭൂമിയും തമ്മില് ഈശോയിലൂടെ അവിടെ അനുരഞ്ജനം സാധ്യമാക്കുകയാണ്. വീണ്ടും ഹെബ്രായ ലേഖനത്തിന്റെ 10:20 നമ്മൾ വായിക്കുന്നത്, തന്റെ ശരീരമാകുന്ന തിരശ്ശീലയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. നമുക്കറിയാം, തിരശ്ശീല എന്ന് പറയുന്നത് ഒരു പ്രതിബന്ധമാണ്. ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അവൻ തന്റെ ശരീരമാകുന്ന തിരശ്ശീലയിലൂടെ മാറ്റുകയാണ്. അവൻ നമുക്കായിട്ട് ദൈവസന്നിധിയിലേക്കുള്ള ഒരു നവീനവും സജീവവുമായ ഒരു പാത നമുക്ക് തുറന്നു തരികയാണ്. രണ്ടാമതായി, യേശുവിന്റെ കുരിശുമരണത്തിലൂടെ ദൈവം മനുഷ്യകുലത്തിന്റെ പാപപരിഹാരം സാധ്യമാക്കുകയാണ്. നമുക്കറിയാം, ലേവ്യരുടെ പുസ്തകത്തില് 4-ാം അധ്യായത്തില് നിയമപ്രകാരം മനുഷ്യരുടെ പാപപരിഹാരം ബലിക്കായിട്ട് ഊനമറ്റ കുഞ്ഞാട് ബലിയർപ്പിക്കണം. ഊനമറ്റ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനതയും ഇല്ലാത്ത കുഞ്ഞാട്. ഇവിടെ നമ്മുടെ എല്ലാവരുടെയും പാപപരിഹാരത്തിനായി ഒരു ഊനമറ്റ കുഞ്ഞാടായിട്ട് ഈശോ കടന്നു വരികയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 1:29 പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വീണ്ടും അവിടുന്ന് നിഷ്കളങ്കനായ ഒരു മനുഷ്യപുത്രന്റെ മുറിയപ്പെടലിലൂടെ നമ്മുടെ ഓരോരുത്തരെയും അവിടുന്ന് വീണ്ടെടുക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരമായിട്ട് നിഷ്കളങ്കനായ മനുഷ്യപുത്രൻ മുറിയപ്പെടുന്നു. അവന്റെ മുറിയപ്പെടലിലൂടെ അവന്റെ പീഡാസഹനങ്ങളിലൂടെ അവന്റെ കുരിശു മരണത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിലേക്ക് കടക്കുവാൻ തക്കവിധം പാപത്തിൽ നിന്ന് മോചനം നേടുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്തോസ് 7:23 പറയുന്നത്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മളെല്ലാം ഈശോയുടെ രക്തം കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. യോഹന്നാന്റെ സുവിശേഷത്തില് 12-ാം അധ്യായത്തിന്റെ 31-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, ഈശോ ജെറൂസലേം പ്രവേശനത്തിന് ശേഷം ശിഷ്യന്മാരെ തന്റെ പീഡാസഹന മരണ ഉത്ഥാനത്തിന് ഒരുക്കുമ്പോഴാണ് ഈ വചനം പറയുന്നത്,
ഈ ലോകത്തിന്റെ ന്യായവിധി നടക്കാൻ പോവുകയാണ്. ഈശോയുടെ കുരിശു മരണത്തോടുകൂടെ ഈ ലോകത്തിന്റെ ന്യായവിധി നടക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ 14:30 പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എന്റെ മേൽ അധികാരമില്ല. നമുക്കറിയാം ഈ ലോകത്തിന്റെ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സാത്താൻ പറയുന്നുണ്ട് ഈശോയെ പരീക്ഷിക്കുന്ന സമയത്ത്. എന്നാൽ ഈശോ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എന്റെ മേൽ യാതൊരു അധികാരവുമില്ല എന്ന് പറയുന്നു. വീണ്ടും വെളിപാടിന്റെ പുസ്തകത്തില് 12:10 പറയുന്നു, സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ മുതൽ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. നമ്മുടെ പാപങ്ങൾ ദൈവസമക്ഷം കൊണ്ടുചെന്ന് നമ്മളെ കുറ്റപ്പെടുത്തുകയും നമ്മളുടെ പാപത്തിന്റെ സ്വാധീനത്തില് തളച്ചിടുകയും ചെയ്യുന്ന ആ ലോകത്തിന്റെ അധികാരിയായ പിശാച് വലിച്ചെറിയപ്പെട്ടതായി വെളിപാട് പുസ്തകത്തില് നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 10:19-30 അവിടെ നിന്ന് കുരിശിൽ മരിച്ചുകൊണ്ട് പറയുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇതിലൂടെ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെട്ടു. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചവൻ. പാപാവസ്ഥയിലായിരിക്കുന്ന ഓരോ മനുഷ്യനും മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി അവിടെ നിന്ന് മരിച്ചു. അതുകൊണ്ടാണ് റോമാലേഖനം 5:8 പറയുന്നത്, എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഒരു നീതിമാന് വേണ്ടി ആരെങ്കിലുമൊക്കെ മരിക്കാനായിട്ട് തയ്യാറാകാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കി എന്ന റോമാലേഖനത്തില് നമ്മൾ വായിക്കുന്നു. 1 പത്രോസ് 3:18 പറയുന്നു, എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നീതിരഹിതരായ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അവിടെ ഒരു നീതിമാന്റെ മരണം സംഭവിക്കുന്നു. 2 കൊരിന്തോസ് 5:21 പറയുന്നു, അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മുടെ ഓരോരുത്തരുടെയും പാപം ഈശോയുടെ മേല് കെട്ടിവെച്ചുകൊണ്ട് ദൈവം അവനെ പാപമാക്കി കുരിശില് മരിക്കുവാനായിട്ട് അനുവദിക്കുന്നു. അങ്ങനെ പിശാചിന്റെ ആ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരെയും അവിടെ നിന്ന് മോചിപ്പിക്കുന്നു. അങ്ങനെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. ദൈവം അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ആനയിക്കുകയും ചെയ്തു. കൊളോസ്യസ് 1:13 ഇപ്രകാരം വായിക്കുന്നു. 1 യോഹന്നാൻ 2:2 പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആദം മുതല് ഇനി ജനിക്കാനിരിക്കുന്ന മനുഷ്യന്റെ അവസാന പാപത്തിന് വരെ അവൻ പരിഹാരം ചെയ്തു കഴിഞ്ഞു. അതൊരു വലിയൊരു സത്യമാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നു. 1 യോഹന്നാൻ 1:7 പറയുന്നു, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം എത്ര കൊടിയ പാപം ചെയ്തു പോയാലും അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം ആ പാപത്തിൽ നിന്നെല്ലാം നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7 പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ മരണത്തിന്റെ മേല് നമുക്ക് അധികാരം നൽകുന്നു. മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ എന്നേക്കുമായിട്ട് രക്ഷിച്ചു കഴിഞ്ഞു. ഞാനും നിങ്ങളും മരണഭയത്തില് ആയിരിക്കേണ്ടവരാണ്. എന്നാൽ ആ മരണഭയത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരെയും അവിടെ നിന്ന് എന്നേക്കുമായി രക്ഷിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, പാപത്തിന്റെ വേദന മരണമാണ്. ആ മരണത്തിന്റെ ആ ഒരു ഭയത്തിൽ നിന്ന് ജീവിതകാലം മുഴുവൻ ആ അടിമത്തത്തിലായിരിക്കേണ്ട നമ്മൾ ഓരോരുത്തരെയും അവിടെ നിന്ന് എന്നേക്കുമായി രക്ഷിച്ചു കഴിഞ്ഞു എന്ന് ഹെബ്രായ ലേഖനത്തിന് 2:15 പറയുന്നു. ഈശോയിലൂടെ ദൈവം ചെയ്ത
മറ്റൊരു കാര്യമാണ്, യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മനുഷ്യകുലത്തിന് നീതീകരണം സാധ്യമാക്കി. ഈശോ ഉദ്ധിതനായതിനു ശേഷം ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായി അവിടുന്ന് മാറുന്നു. ഈശോ ഉദ്ധിതനായതിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഉടമസ്ഥനായിട്ട് അവിടുന്ന് മാറുന്നു. അവനിലൂടെ സൗജന്യമായിട്ടുള്ള ഒരു നീതീകരണം നമുക്ക് സാധ്യമാണ്. റോമാ 5:9 ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. യേശുവിന്റെ രക്തത്താലാണ് ഞാനും നിങ്ങളും നീതീകരിക്കപ്പെട്ടത്. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടുന്നു. അപ്പൊ യേശുക്രിസ്തുവിലൂടെ നമ്മളെല്ലാവരും സൗജന്യമായിട്ട് നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞു. റോമാ 3:24 പറഞ്ഞു വെക്കുന്നു. അങ്ങനെ മരണപാശത്തെ തകർത്ത് ഉദ്ധാനം ചെയ്ത് നീതീകരിച്ച് സകലത്തിന്റെയും ഉടമസ്ഥനായി കർത്താവായി അവിടുന്ന് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഉടമസ്ഥൻ കർത്താവാണ്. ഞാനല്ല എന്റെ ഉടമസ്ഥൻ കർത്താവാണ്. അങ്ങനെ നമ്മളെല്ലാവരെയും അവൻ ഉദ്ധാനം ചെയ്ത് നീതീകരിച്ചു. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഉടമസ്ഥനായിട്ട് കർത്താവായിട്ട് അവിടുന്ന് മാറുകയാണ്. വീണ്ടും തന്റെ ദൗത്യം മുഴുവൻ പൂർത്തീകരിച്ചുകൊണ്ട് അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി മഹത്വീകരിക്കപ്പെട്ടു. പിതാവിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. അങ്ങനെ അവിടുന്ന് മിശിഹായായി ക്രിസ്തുവായി മറന്നു. നമുക്കറിയാം, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായ അവിടുന്ന് നമ്മുടെ മധ്യസ്ഥനാണ്. 1 തിമോത്തി 2:5 പറയുന്നു, എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. യേശുക്രിസ്തു ദൈവമാണ്, അതുപോലെ തന്നെ യേശുക്രിസ്തു മനുഷ്യനുമാണ്. അപ്പോ മനുഷ്യനെ നന്നായി അറിയാവുന്നവൻ, ദൈവത്തെ നന്നായി അറിയുന്നവൻ, ആ വിധത്തില് ഒരു ദൈവത്തിനും മനുഷ്യർക്കും ഇടയില് ഒരു മധ്യസ്ഥനായിട്ട് അവൻ നിൽക്കുന്നു. നമുക്കറിയാം 1 തിമോത്തി 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈശോയെ നമുക്ക് നൽകിയത്. വീണ്ടും യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യകുലത്തെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ, അടിമത്തത്തിന്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ഗലാത്തി 5:1 പൗലോസ് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയാണ്, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ അതിൽ നിൽക്കുവിൻ, അടിമത്തത്തിന്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അവിടെ നിന്ന് നമ്മളെ മോചിപ്പിച്ചു കഴിഞ്ഞു. യാക്കോബ് ശ്ലീഹായും ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തന്റെ പ്രവൃത്തികളില് അവൻ അനുഗ്രഹീതനാകും. ഈ സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ നമ്മൾ മനസ്സിലാക്കുക. അതിലൂടെ ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സത്വാർത്ത. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ചു നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ്. ഇനിയും ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞിരിക്കാതെ എന്റെ എല്ലാ പാപകടങ്ങളെയും അവൻ വീട്ടി കുരിശില് അവൻ ബലിയായി തീർന്നു, നമ്മുടെ എല്ലാ പാപകടങ്ങളെയും വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ് എന്നുള്ള സത്വാർത്ത നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ആനന്ദിക്കാം. യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകിയ ആ രക്ഷയുടെ ആഴവും പരപ്പും ആസ്വദിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ഈ ഒരാഴ്ച യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയ നന്മകള്, കൃപകള് എന്താണ് എന്നൊന്ന് നമ്മൾ അറിയുവാനായിട്ട്, ചിന്തിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. ക്രിസ്തുവിൽ അഭിമാനിക്കുന്ന, രക്ഷയുടെ സ്വാതന്ത്ര്യം ആസ്വദിച്ച് ജീവിക്കുന്ന സാക്ഷ്യത്തിന്റെ ഒരു വലിയൊരു സമൂഹമായി തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞാബദ്ധരാകാം. അതിന് നമ്മൾ ഓരോരുത്തരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. വൈൻഡപ്പ് സെഷന് വേണ്ടി നമ്മുടെ സ്വന്തം അലീസ് ആന്റിയെ സ്നേഹബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. That's great.
നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആകപ്പാട് വിഷമിച്ച് വേദനിച്ച് ആര് രക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നല്ലേ. ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ കണ്ടു ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന്. ചുമ്മാ പരിപൂർണമായ സ്നേഹത്തോടെ കണ്ടീഷനൊന്നുമില്ലാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഈ സ്നേഹം നമ്മൾ അനുഭവിച്ച് പങ്കുവെച്ച് ജീവിച്ച് ഇവിടെ ദൈവരാജ്യമായിട്ട് ദൈവ കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. പിന്നത്തെ ആഴ്ച നമ്മൾ കണ്ടത് പക്ഷെ ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ആകപ്പാടെ നന്മ ചെയ്യണമെന്നെ പറ്റുന്നില്ല. ആര് രക്ഷിക്കുന്ന കരയുന്നതായിരുന്നില്ലേ. ദുർഭകനായ മനുഷ്യൻ ആര് രക്ഷിക്കും? അതിന്റെ അവസാനത്തിൽ പൗലോസ് പറഞ്ഞു വെക്കുന്നുണ്ട്, കർത്താവ് ഈശോമിശിഹായി വഴി ദൈവത്തിന് സ്തുതി എന്ന്. ഈശോയോട് അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച മിണ്ടിയില്ല. എന്നാൽ ഇന്ന് നമുക്ക് ആ ഒരു നമ്മൾ പടിപടിയായിട്ട് നമ്മൾ ആ സത്യത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ കണ്ടത് 2000 കൊല്ലം മുമ്പ് കർത്താവ് ഈശോമിശിഹ, ഈശോ രക്ഷകൻ, കർത്താവ് മിശിഹ, ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഉയർപ്പും സ്വർഗത്തിൽ ചെന്നിട്ട് പ്രേഷണവും പരിശുദ്ധാത്മാവിനെ അയച്ചതും വഴി നമ്മളെ വീണ്ടെടുത്ത് കഴിഞ്ഞതാണെന്നുള്ളത് നല്ല ഭംഗിയായിട്ട് ജോഷുവയും രൂപവതിയുടെ സാക്ഷ്യത്തിലൂടെയും തോമസും നല്ല സൂപ്പറായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഏതായാലും നമ്മൾ ഈ ഒരു സ്ലൈഡൊക്കെ ഈ ഒരു സെഷൻ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു അത്രയും പ്രാവശ്യം കേൾക്കുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ആഴത്തിൽ ഈ ഒരു വലിയ സത്യം, ഇതിനേക്കാൾ വലിയൊരു ഗുഡ് ന്യൂസ് ഭൂലോകത്തിൽ എന്താ ഉള്ളത്? നമ്മളാരും പണ്ട് ഫിലിസ്തീനയുടെ പിടിയിൽ നിന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ച കഥ നമുക്കറിയാവുന്നതല്ലേ. ദാവീദും ഗോലിയാത്തും. ആ ദാവീദിന്റെ കാണി എഴുതി ഒറ്റയേറിന് ഗോലിയാത്തിനെ കൊന്നു. ഗോലിയാത്തിനെ കൊന്നപ്പം ഇസ്രായേൽക്കാർ മുഴുവനും സ്വതന്ത്രരായോ? ദാവീദ് രക്ഷിച്ചു, പക്ഷെ ഇനി അത് സ്വാതന്ത്ര്യം നമ്മുടേതാക്കണം. ഇത് 2000 കൊല്ലം മുമ്പ് അല്ലേ. ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അനുസരണമുള്ളവനായി ദാസന്റെ വേഷം ധരിച്ച് മരണം വരെ അനുസരണമുള്ളവനായി ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് അല്ലേ. എന്നിട്ട് പറഞ്ഞ് ദൈവം അവനെ ഉയർപ്പിച്ച് എല്ലാ നാമത്തിനും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. അപ്പോൾ ഈശോ മരിച്ച് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ അയച്ച ഈശോയ്ക്ക് ദൈവം കൊടുത്ത മഹത്തായ നാമമാണ് രക്ഷകൻ, കർത്താവ്, മിശിഹ. പറഞ്ഞാല് മരിച്ച് പാപത്തിന് വേണ്ടി പാപത്തിന്റെ വേദന മരണം. പാപി മരിച്ചാൽ പരിഹാരമാവില്ലല്ലോ. കോൺസിക്വൻസ്, അതിന്റെ അനന്തരഫലം ശിക്ഷയാവുകയുള്ളൂ. മരിച്ചങ്ങ് പോകാവുന്നേ ഉള്ളൂ. നമ്മളെ സ്വയം രക്ഷിക്കാനും പറ്റുകയില്ല, ആരെയും രക്ഷിക്കാനും പറ്റുകയില്ല. പാപമില്ലാത്ത എല്ലാം മനോഹരമായിട്ട് ഒരു 3 പേരുടെയും ഷെയറിങ്ങിലൂടെ നമുക്ക് നല്ലോണം മനസ്സിലായി അല്ലേ. ഈശോ മരിച്ച് നമ്മുടെ പാപഘടങ്ങളെല്ലാം വീട്ടി ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ ഉൽപ്പത്തി 3 പറഞ്ഞ ആ വലിയൊരു പ്രവചനം, അതിന്റെ പൂർത്തീകരണം ഇതാ. ഇനിയും ഈ ഭൂലോകത്തിൽ നിങ്ങളുടെ മേൽ ആർക്കും അധികാരമില്ല, നിങ്ങൾ ഇനി അടിമത്തത്തിലല്ല എന്നങ്ങോട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ട് അങ്ങോട്ട് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിൽ പറയുന്നതെന്നറിയാം 2:6 ദൈവം അവനോടുകൂടി നമ്മെ ഉയർപ്പിച്ച് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുത്തുകയും ചെയ്തെന്നാ. നമ്മളിപ്പോ ഇരിക്കുന്നത് പിതാവിന്റെ വലത്തുഭാഗത്താണെന്നൊക്കെയാ പൗലോസ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കി, ഇനി ഞാനതൊന്ന് സ്വന്തമാക്കണമെന്നേ ഉള്ളൂ. ഏതായാലും 2000 കൊല്ലം മുമ്പേ ഈശോയുടെ കുരിശുമരണ ഉദ്ധാന അവതീകരണത്തിലൂടെ പരിശുദ്ധാത്മ പ്രേഷണത്തിലൂടെ നമ്മുടെ രക്ഷ പൂർണ്ണമാക്കിയാണ് പോയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്നുള്ള അടുത്ത ആഴ്ച നമ്മൾ കാണും. ഇനി മുമ്പോട്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതൊക്കെ പിറകെ വരുന്നുണ്ട്. ഇതിൽ ഈ ഒരാഴ്ചയില് ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്കായി ചെയ്ത ആ വലിയ കാര്യം, ആ രക്ഷണീയ ദൗത്യം, അതെങ്ങനെയാണ് പഴയ നിയമം മുതൽ വാഗ്ദാനം ചെയ്ത് അതിന്റെ പൂർത്തീകരണം പുതിയ നിയമത്തിൽ ഈശോ പറയുന്നില്ലേ, ഞാൻ തന്നെയാണ് വരാനിരിക്കുന്ന രക്ഷകൻ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ ഈശോയുടെ ജനനം മുതൽ അവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അവസാനം ആ സ്നാപകൻ സ്വീകരിച്ച് പശ്ചാത്താപത്തിന്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ചതിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം അവന്റെ മേൽ ഏറ്റെടുത്ത്
അവൻ ചെല്ലുമ്പോഴേ സ്നാപകൻ ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ നിന്നിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ പക്കൽ വരുന്നോ? എല്ലാ നീതിയും പൂർത്തിയാകണം. നീതിമാനായ കർത്താവ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് വേണ്ടി പശ്ചാത്താപത്തിന്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ആത്മാവിന്റെ നിറവോടെ അങ്ങോട്ട് പോയി. പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത് മരുഭൂമിയിലേക്ക്. അവിടെ ചെന്നുള്ള പ്രലോഭനങ്ങളും അധികാരി വരുന്ന വേഷം കിട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ. എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുക, നീ ഒന്ന് ഒപ്പിട്ടാ മതി, ഒക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞ സാത്താനെ അവസാനം കുരിശു മരണത്തിലൂടെ ഈശോ അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ പോവുകയായിരുന്നു. ആ പരീക്ഷകളിലെ പ്രലോഭനങ്ങളിൽ നിന്ന് വന്നിട്ട് ആത്മാവിന്റെ ശക്തിയോടെയാണ് നാസറത്തിലെ സിനഗോഗിലേക്ക് വരുന്നതില്ലേ. അവിടെ സിനഗോഗിൽ വന്ന് ഈശോ യെശയ്യായുടെ പുസ്തകത്തിൽ തന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗം എടുത്ത് വായിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ കേട്ടിരിക്കുക ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു ശരിക്കും ഇത്. എന്നിട്ട് ഈശോ തന്റെ ജീവിതത്തിലൂടെ അതിങ്ങനെ ആ പ്രതീകാത്മകമായിട്ട് ആദ്യം കാണിച്ചു. തളർവാദ്രോഗിയൊക്കെ സുഖപ്പെടുത്തിയപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? മനുഷ്യപുത്രന്റെ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. ഇതൊക്കെ ഓരോ ഈശോ ചെയ്ത അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളായിരുന്നു. എന്നിട്ട് അവസാനം അവിടുത്തെ കുരിശു മരണത്തിലൂടെ ഉദ്ധാനത്തിലൂടെ അവിടെ ചെന്നിട്ട് പരിശുദ്ധാത്മാവിനെ നൽകിയതിലൂടെ തന്റെ ദൗത്യം ഈശോയുടെ ഭാഗത്ത് നിന്ന് ഈശോ പൂർത്തിയാക്കി എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് കേട്ടത്. അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. ഈശോ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ള വലിയ സത്യമാണ് ഇന്ന് നമ്മൾ എല്ലാവരും രൂപതയുടെ അനുഭവ സാന്നിധ്യത്തിലൂടെയും യോശുവയുടെ പ്രഘോഷണത്തിലൂടെയും തോമസ് അതിൽ എല്ലാം വിശദീകരിച്ച് ദൈവവചനത്തിലൂടെയും എല്ലാത്തിലൂടെയും കാണിച്ചു തന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത്. ഇത് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ഹൃദയത്തില് ആഴത്തിലൊന്ന് പതിയുന്ന ആഴ്ചയാകട്ടെ ഈ ഒരാഴ്ച. ഇത് ഇനി മേലാല് ഇനി നമ്മുടെ പാപകടങ്ങളെല്ലാം തോമസ് പറഞ്ഞില്ലേ, അവസാനം ജനിക്കുക അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും. തോമസ് കൃത്യമായിട്ട് പറഞ്ഞു, അവസാനം ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് അവസാനം ചെയ്യാനിരിക്കുന്ന പാപത്തിന് പോലും പരിഹാരം ചെയ്തു കഴിഞ്ഞു. എന്നിട്ടാണോ നമ്മളിങ്ങനെ നടക്കുന്നത് എന്നുള്ള വേറൊരു ചോദ്യം വരും. നമുക്ക് അടുത്ത ആഴ്ചയിൽ അതിനെ കാണാം. ഏതായാലും ഇത്രയും ഭംഗിയായിട്ട് ദൈവം യേശു ക്രിസ്തുവിലൂടെ മനുഷ്യവംശത്തെ വീണ്ടെടുത്ത് കഴിഞ്ഞതാണ് എന്നുള്ള ആ ഒരു വലിയ സത്യം ഈ ഒരാഴ്ച നമ്മുടെ ജീവിതത്തില്, നമ്മുടെ മനസ്സില് ആഴത്തിലൊന്ന് പതിയട്ടെ. ഇതൊക്കെ നന്നായിട്ട് നമുക്ക് മനസ്സിലായാലേ നമുക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് നമുക്കൊക്കെ ഈ ഒരു ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇത് പറയാൻ ധൈര്യമില്ലാതെ പോകുന്നത്. ഇത് ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാം ഇങ്ങനെ അറിയാൻ കൊതിച്ചിരിക്കുന്ന സദ്വാർത്തയാണ്. നമുക്ക് തന്നെ ബോധമില്ല, പിന്നെ എങ്ങനെയാ നമ്മൾ പറയുക? അപ്പോൾ ഇതിന്റെ ആഴങ്ങളിലേക്ക് അതുകൊണ്ട് നമ്മൾ പടിപടിയായിട്ട് ഓരോന്നും ഇപ്പം പറഞ്ഞില്ലേ, നിത്യസത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം സ്നേഹം തന്നെയാണ് സ്നേഹിക്കുന്നത് കണ്ടു. പക്ഷെ മനുഷ്യരെല്ലാരും പെട്ടുപോയി പാപാവസ്ഥയിലാണ്, തകർന്നു കിടക്കുകയാണ്. പക്ഷെ ഈശോ മിശിഹ ഇതെല്ലാം സെറ്റ് റൈറ്റ് ചെയ്തു, എല്ലാം നേരെയാക്കിയിട്ട് നേരെയായിട്ടില്ലല്ലോ. അത് ദൈവ മനുഷ്യ പങ്കാളിത്തം എന്ന് പറഞ്ഞൊരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കാറുണ്ട്. അതായത് ദൈവത്തിന്റെ പ്രോജക്റ്റ് ഈ പങ്കാളിത്തത്തിലൂടെയാണ്. അപ്പം ഇത് നമ്മൾ ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒരിക്കൽ പറഞ്ഞു, ഞാൻ തന്നെയാണ് അവനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പം ഈ ഈശോ ആണ് നമ്മുടെ രക്ഷകൻ. ഈ ലോകത്തിൽ വേറെ ആർക്കും, കാരണം എല്ലാ മനുഷ്യരും എത്ര ധാർമ്മികരാണെങ്കിലും എത്ര നീതിമാന്മാരാണെങ്കിലും എത്ര ന്യായവും സത്യവും ചെയ്യുന്നവരും പറയുന്നവരും ആണെങ്കിലും ഈശോ നിക്കോദേമോസിനോട് പറഞ്ഞാൽ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിന് അവകാശികളാകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സത്യം, ഈ സത്യം നമ്മൾ അറിഞ്ഞാണ് അവസാന ഭാഗത്തിൽ കാണിച്ചല്ലോ. അതായത് സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചു, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു. ഇനി പിന്നെ എന്തിനാ നമ്മൾ ഇത് അന്ധകാരത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നത്? നമുക്ക് എഴുന്നേറ്റ് അങ്ങ് പോകാം. മോചിപ്പിച്ചു എന്നുള്ള ബോധ്യം ആഴത്തിൽ കിട്ടിക്കഴിയുമ്പോഴേ നമുക്ക് എഴുന്നേറ്റ് ഓടാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരാഴ്ച നമുക്ക് ഈ ഒരു ബോധ്യം
ആഴപ്പെടുന്ന ആഴ്ചയാകട്ടെ. നമ്മുടെ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇത് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ഇത് ഒക്കെ ജീവിതത്തിൽ കേൾക്കാൻ പോകുന്ന എല്ലാവർക്കും ഈ ഒരു ബോധ്യം ആഴത്തിൽ കിട്ടാനും അതുവഴി ശരിക്കും അങ്ങോട്ട് സ്വതന്ത്രരായി ഇത് മറ്റുള്ളവരോട് പറയാനും പ്രാപ്തരായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ രക്ഷകനായ ഈശോ കർത്താവായി മിശിഹായ കർത്താവ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെ വീണ്ടെടുത്ത ഈശോ നമ്മുടെ രക്ഷകനും കർത്താവും മിശിഹായുമായി പൗലോസ്ലീഹ ഫിലിപ്പിയർക്കെല്ലാം പറഞ്ഞത് ദൈവം അവന് മഹത്തിയായ നാമം കൊടുത്തു. അത് അവന്റെ നാമത്തിന് മുമ്പിൽ എല്ലാ മുട്ടും മടങ്ങുന്നതിനാണ്. അടുത്ത ആഴ്ചയില് മുട്ട് മടങ്ങുന്ന കാര്യം നമുക്ക് പോകാം, അതേപ്പറ്റി കാണാം. ഇന്ന് ഈ ഒരു എല്ലാം അവിടുന്ന് ചെയ്തു കഴിഞ്ഞു. മഹത്തായ നാമവും അവന്റേതായി എന്നുള്ള ആ ഒരു തിരിച്ചറിവില് ദൈവമേ സ്തോത്രം. അവർണ്ണനീയമായ അവിടുത്തെ ദാനത്തെ പ്രതി ദൈവത്തിന് സ്തുതി. ആമേൻ.